അങ്ങനെ കഴിയുന്ന ഇതവിടെ പരത്തി വെച്ചത് കൊണ്ടുപോയി ചൂട് എവിടേക്ക് കഴിയണത്? എത്ര 3 എണ്ണേ ആയിട്ടുള്ളൂ. ഇതാക്കല്ലേ വീടില്ലട്ടോ നിങ്ങക്ക്. എന്താ എനിക്ക് അടക്കള പണിയാണ്. ഞാൻ എന്നെ സഹായിക്കണല്ലേ. ഇത് ചൂടണ്ടേ? ആ ഉള്ളത് കൊണ്ടുപോയി ചൂട് ഇപ്പൊ തൽക്കാലോ ചൂടുമിട്ട് റെഡിയാക്കാം. ഇത് 3 എണ്ണ ആവുമ്പോഴേക്ക് കല്ല് ചൂടായി പോയില്ലേ, പിന്നെന്ത് ചെയ്യൂ? ഇന്നോട് ചൂടാവാൻ നിൽക്കാണ്ട് എല്ലാ ചപ്പാത്തി കൊണ്ടുപോയി ചൂട്. അതാണ് ഞാൻ പറഞ്ഞ, ഞാൻ ചെയ്തോളാം. അപ്പൊ കേക്കില്ല. അത് വേണ്ട, പന്നെ സഹായിക്കപ്പോ ഒഴിവുള്ളപ്പോഴും തന്നെ പറ്റുള്ളൂ. ആ ആരാ ജോസുട്ടിയാ? ഇങ്ങോട്ട് പോലെ അടുക്കളയിൽ പണിയിലാണ്. അത് കുഴപ്പമില്ല. ജോസുട്ടി കണ്ടാൽ ഇപ്പൊ എന്താണ് ഇവിടെ പരിപാടി? ഇവിടെ ചപ്പാത്തി ഒന്നും ഇവിടെ ഒന്ന് സഹായിക്കാണ്. ഷർട്ട് തയ്ച്ചാ തെറ്റിപ്പോ ഇതെങ്കിലും ഒന്ന് നേരെ ചൊവ്വ ഉണ്ടാക്കി കൊടുക്കും. ഇതൊക്കെ ഒരു രസമല്ല. ഇതൊക്കെ എന്താ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടോ? പണി എന്റെ ഭാര്യ വേറെ പണിയൊന്നല്ലേ അപ്പൊ അതിലല്ലോ. പിന്നെ ഒന്നും വേണ്ട, അത് ഞാൻ വന്നേ വരിക. നമ്മുടെ കൂടെ പഠിച്ച ശ്രീദേവി ഇല്ലേ, UP സ്കൂളിൽ പഠിച്ച കപ്പിളാട്ടുള്ള. അപ്പൊ മിനിയാന്ന് ശ്രീദേവിനെ കണ്ട്. അപ്പൊ നമ്മുടെ UP സ്കൂളിൽ നമ്മുടെ സ്റ്റാൻഡേർഡിൽ പഠിച്ച എല്ലാരും കൂടി ഒരു റീയൂണിയൻ സംഘടിപ്പിച്ചിട്ടുണ്ട് മറ്റന്നാള്. അപ്പൊ എന്റെയും വാസൂട്ടറേയും പരീക്ഷയുടെ നമ്പർ ഉണ്ടായില്ല അവളുടെ അടുത്ത്. അപ്പൊ വന്ന് വീട്ടിൽ പറയുക ചെയ്ത്. അപ്പൊ നിങ്ങളെ രണ്ടുപേരെയും കൂടി അതിൽ പങ്കെടുപ്പിക്കണം, അതിന്റെ ചുമതല എന്നെ ഏൽപ്പിച്ചേക്കാണ്. എല്ലാരും പറഞ്ഞ നമ്മ 3 പേരും പോണോ, അവരെല്ലാരും പങ്കെടുക്കുമല്ലേ സ്കൂളിന്റെ. ഞാൻ വന്നാ ശരിയാവില്ലടാ. അവരൊക്കെ ഇപ്പൊ വലിയ വലിയ പണിയും ജോലിയൊക്കെ ഉള്ള ആൾക്കാരാവും. അതിന്റെ ഇടയിൽ നമ്മളെ പോലുള്ള ആൾക്കാര് ഞാൻ ഈ തുന്നക്കാരനായിട്ട് എന്റെ ഇടയിൽ വന്നിരിക്കണ്ടേ. അതിന് നമ്മള് തുന്നക്കാരനാണെന്ന് അവിടെ വിളിച്ചു പറയാൻ ആര് പറഞ്ഞു? നമ്മൾ ഇച്ചിരി ഗംഭീരനായിട്ട് പറയണം, ഇച്ചിരി കയറ്റി പറയണം. ഞാനിപ്പോ മനസ്സിൽ ഓർത്തേക്കണത് നമ്മുടെ വാസൂട്ടിന എഞ്ചിനീയർ ആണെന്ന് പറയാം. ബിൽഡിംഗ് എഞ്ചിനീയർ. ഒന്ന് കുളിച്ച് യാത്രയായി ചെന്നാ മതി. അവനെന്താ ഒരു കുറച്ചില് കാര്യം അണ്ടർവെയർ മാത്രമേ ഉള്ളൂങ്കിലും അതൊരു തയ്യക്കടയല്ലേ, ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് ഉണ്ടെന്ന് പറയണം. ഞാൻ റിയൽ എസ്റ്റേറ്റ് ഓണർ. എന്തായി ഒരു കള്ളം പറയണോണ്ട് കുഴപ്പമൊന്നുമില്ല, ഞങ്ങള് പൊയ്ക്കാം. അതന്നെ ഒന്നും നടക്കണ കാര്യല്ലടാ. അത് നമ്മള് ചെല്ലണമെന്ന് ഉറപ്പ് പറഞ്ഞേക്കല്ലേ. നമ്മള് ചെല്ലണമെന്ന് ഉറപ്പ് പറഞ്ഞേക്കല്ലേ. നമ്മള് ചെല്ലണമെന്ന് വെച്ചാല് നമ്മളിപ്പോ വേണോ ചെല്ലുന്ന് നല്ലൊരു കാര്യല്ലേ. ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം ഇക്ബാലൊക്കെ പറഞ്ഞിട്ടേ ഉള്ളൂ, പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്നൊക്കെ പറഞ്ഞാൽ നടക്കേണ്ടതാണ്. പഴയ ആൾക്കാരെ കാണാ, പഴയ കഥകൾ പറയാല്ലേ. പിന്നെ ഇതൊന്നും മിണ്ടാണ്ടിരിക്കും. എന്റെ ഇക്ബാൽ കഥ ഒന്നും മിണ്ടാണ്ടിരിക്കോ? എന്റെ മാവാടെ മോനാണ്. എന്റെ പൊന്നോ, മൂപ്പര് എന്തൊരു പ്രസംഗാണെന്ന് അറിയാമോ? പിന്നെ ഇതാ നിങ്ങള് പോണുണ്ടെങ്കിലുണ്ടല്ലോ നല്ലൊരു കുപ്പായ ഇടണോ. എന്റെ ഇക്ബാലിക്കാനെ പോലെ നല്ല സെറ്റപ്പായിട്ട് ഇറങ്ങിയ മമ്മൂട്ടി തോറ്റു. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കുപ്പായ ഞാട്ടുണ്ട്. എന്റെ ഇക്ബാലിക്കാ ഇടുന്ന മാറ്റ കുപ്പായിട്ടിട്ടല്ലേ പോവുക. അതിപ്പോ പരീക്കാക്ക് എന്തോ ഒരു കുറവ് മൂറിച്ചിരി അലമ്പാണെങ്കിലും ഡ്രസ്സൊക്കെ ഇട്ടാണെങ്കിലും. അതെ ഞാൻ ഇല്ലില്ല, മറ്റന്നാള് 10 മണിക്ക് ഞാനിവിടെ റെഡിയായി വരും. അപ്പൊ ഒന്ന് വൃത്തിയായിട്ട് യാത്രയായി നിൽക്കണം. ഞാൻ പോയി വാസൂട്ടിനോടൊന്ന് പറയട്ടെ, അല്ല വല്ല ഏണി പിടിച്ചിട്ട് വല്ല കുടിച്ചു കൂത്താടി കിടക്കും. ഞാൻ പറഞ്ഞിട്ട് നമ്മള് 3 പേരും ചെല്ലണോന്ന്. അവിടെ ഫുഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ പറയട്ടെ. നിങ്ങൾ എന്തായാലും പോണട്ടോ. എന്നിട്ട് ഇക്ബാലിക്കാനെ പോലെ നല്ലോണം അങ്ങോട്ട് ഷൈൻ ചെയ്യണോ അവിടെ ചെന്നിട്ട്. എവിടെയാണ് എന്താ സാധനങ്ങളൊക്കെ ആയിട്ട് എന്താണ്? അതെ, ഒരു പാന്റ് ഷർട്ടാണ്. വേഗം പോയി ഡ്രസ് ചെയ്തിട്ട് വാ. വേഗം റെഡിയാവും. നിങ്ങൾ വന്നിട്ട് റെഡിയാവെന്നും പറഞ്ഞ ഇവിടെ നിക്കാണ്. അല്ല എനിക്കോ പാന്റും ഷർട്ടോ? എന്തേ നല്ലതല്ലേ, മോഡേൺ ആയിട്ട് അണിഞ്ഞിരിക്കാൻ നല്ല രസമുണ്ടാവും. എന്ത് വർത്താനാ പറഞ്ഞത്? എന്തിനാ ഞാൻ അതൊക്കെ ഇടുന്നത്? എന്താ ഇട്ടാല് ഈ വേഗം പോയി ഡ്രസ് ചെയ്ത് വന്നത്. ഇതിനൊക്കെ പോകുമ്പോ അങ്ങനെ വേണം ഇക്ക. അവിടെ എത്ര ആള് വരുന്നതാ. പിന്നല്ലേ എന്തിനാണ് ഞങ്ങൾ ഈ കായില്ലാത്ത സമയത്ത് ജാതി പണിക്കൊക്കെ? അതൊന്നിപ്പോ നോക്കണ്ട, നോക്കണ്ട. നീ പോയിട്ട് എന്നാലും എന്നോട് ചോദിച്ചിട്ട് വാങ്ങിയാൽ എന്തിനിപ്പോ ഇത് വാങ്ങിയത് കാശ് കൊടുത്തിട്ട്? ആര് വാങ്ങിയത്? ഇവള് പൈസ തന്നു, ഞാൻ വാങ്ങിച്ചു അത്ര തന്നെ. എന്താ പ്രാന്തായോ? ഇക്കങ്ങള്
പോകുമ്പോ കുറച്ച് സ്റ്റൈലായിട്ടൊക്കെ പോകണ്ടേ? പിന്നെ സ്റ്റൈലായിട്ട് പോണേ അതിനിപ്പോ എന്താ നല്ല ഉടുപ്പും കുപ്പായൊക്കെ അല്ലേ? അങ്ങനെയല്ല, ഇക്ബാലിക്കൊക്കെ പോകുമ്പോഴത്തേക്കും അങ്ങനെയാണ്. നല്ല സെറ്റപ്പില് നല്ല സ്റ്റൈലായിട്ട് ചെന്ന് ഇറങ്ങുക. എല്ലാരും ഇങ്ങനെ നോക്കണോ? ഇക്ബാലിക്ക വരുമ്പോ അങ്ങനെയല്ലേ നമ്മളൊക്കെ അങ്ങനെ നോക്കും. അമ്പോ ആരാണ്? അതുകൊണ്ട് ഒരു മാമാടെ മോണ്ട് ഇക്ബാലി തൊട്ടവും പിടിച്ചൊക്കെ ഇക്ബാലാണ് ഇപ്പൊ. നിങ്ങൾ റെഡി ആവുന്നു? ഞാൻ റെഡിയാവാ. നിങ്ങൾ വേഗം പോയിട്ട് റെഡി ആവും. സമയം റെഡി എന്താ നോക്കിക്കണേ?